ചേർപ്പങ്കലിൽ അപകട ഭീഷണി ഉയർത്തിയ കോൽ തേനീച്ചകളെ പൂഞ്ഞാർ സ്വദേശി ജോഷി മൂഴിയാങ്കലിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ചേർപ്പങ്കൽ മുളവേലിപ്പുറത്ത് മാത്യുവിന്റെ വീടിന് സമീപത്തെ ജാതിമരത്തിലായിരുന്നു കോൽ തേനീച്ചകൾ കൂടുകൂട്ടിയത്. ജോഷി മൂഴിയാങ്കൽ പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കിയ മിശ്രിതം ഉപയോഗിച്ച് പുകയേൽപ്പിക്കുമ്പോൾ തേനീച്ചകൾ ആക്രമണ സ്വഭാവം നിർത്തുകയും കൂട് ഉപേക്ഷിച്ചു പോവുകയുമാണ് ഉണ്ടായത്. 4 തരം തേനീച്ചകളാണ് ലോകത്തുള്ളത്. ചെറുതേനീച്ചയും ഞൊടിയത്തേനീച്ചയും കോൽത്തേനീച്ചയും പെരുന്തേനീച്ചകൾ. അത് ചെറുതേനീച്ചകൾ തന്നെ പല വിഭാഗമുണ്ട്, അതുപോലെ തന്നെ കോൽത്തേനീച്ചകളുമൊക്കെ ഉണ്ട്. ഏറ്റവും അപകടകാരികൾ കാട്ടുതേനീച്ച അഥവാ പെരുന്തേനീച്ച എന്ന് പറയും. ഇത് അതിന്റെ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന കോൽത്തേനീച്ചകളാണ്. ഞാനിത് പച്ചമരുന്ന് പ്രയോഗത്തിൽ കൂടിയാണ്. ഒന്നെങ്കിൽ പച്ചമരുന്ന് നമ്മൾ വായിച്ച ചൂതി തേനീച്ചയെ മയക്കും, അല്ലെങ്കിൽ പച്ചമരുന്ന് പുകച്ചു മയക്കും. അപ്പോൾ ഒരു തേനീച്ച പോലും വംശനാശം വരികയോ ആരെയും കുത്തുകയോ ഇല്ല. കാരണം ഇവ പ്രകൃതിക്ക് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഇതുപോലെയുള്ള വീടിനോട് ചേർന്നൊക്കെ വന്ന് കിടക്കുമ്പോൾ വീട്ടുകാർക്ക് അപകടമാണ്. നമ്മുടെ വീടുകളിലെ ജാതിയും തെങ്ങും കമുകും മാവും പ്ലാവും ഗ്രാമ്പൂവും ഏലവും പച്ചക്കറികളായ പടവലും പാവലും കോവലും ഒക്കെ നല്ല രീതിയിൽ കായ്ക്കണമെങ്കിൽ ഇതിന്റെ പരാഗണം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഒരു തേനീച്ചയെ പോലും കൊല്ലാതെയാണ് ഞാൻ ചെറുതേനീച്ച മുതൽ പെരുന്തേനീച്ച വരെയുള്ള തേനീച്ചകളെ ഇത്തരം മരുന്ന് പ്രയോഗത്തിൽ കൂടി നിർമ്മാർജ്ജനം ചെയ്യും. വാർഡ് മെമ്പർ സതീഷ് ശ്രീനിലയത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മുൻ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ജോഷി മൂഴിയാങ്കൽ ചേർപ്പങ്കലിലെത്തി തേനീച്ചകളെ നീക്കം ചെയ്തത്.